വെൽക്കം ടു another എപ്പിസോഡ് ഓഫ് സ്റ്റഡി ഏഞ്ചൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു കൃത്യമായിട്ടുള്ള റുട്ടീനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. രാവിലെ എണീക്കുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെയാണ് ഇപ്പോൾ ഇത്രയും ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഈ ഒരു ദിവസം ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു 5:50 ആകുന്ന സമയത്തായിരുന്നു. അങ്ങനെ എണീച്ച് ഫ്രഷായി പിന്നെ നമ്മുടെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താഴെ പോയി ജസ്റ്റ് ഒരു കുഞ്ഞു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതേ ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് വീണ്ടും എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് വീണ്ടും കുറച്ച് സമയം കൂടെ ഉറങ്ങാം എന്നുള്ളത്. പക്ഷെ എന്തോ ഉറങ്ങണ്ടെന്നായിരുന്നു അന്നത്തെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഇപ്പം ഞാൻ രാവിലെ എണീച്ചതിന് ശേഷം പിന്നെ പ്രെയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചില ദിവസങ്ങളിൽ കുറച്ച് നേരം കൂടെ വീണ്ടും ഉറങ്ങാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ആ പരിപാടിയൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും എൻ്റെ മൈൻഡ് എന്നിങ്ങനെ വീണ്ടും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീണ്ടും കുറച്ച് നേരം കൂടെ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ വേറെ പരിപാടിക്ക് ഇരുന്നൊക്കെയുള്ള പരിപാടിക്ക് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഉറക്കം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും കുഞ്ഞു എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കുറച്ച് സമയം. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റൊക്കെ ഞാൻ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് എന്നെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഈ ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ വെക്കേഷനിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെന്നെങ്കിൽ പോലും ഞാൻ അത്യാവശ്യം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെക്കേഷനിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഹോബീസൊക്കെ ചെയ്യുന്നുണ്ടാവുമല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറേ ദിവസം നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഓരോ കൂടെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അധിക ദിവസവും കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് അങ്ങനെ വീട്ടിൽ ഗസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ നോർമൽ ആയിട്ടുള്ള ആ ഒരു റുട്ടീനിലെ പോലെ തന്നെ നമുക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് പത്രമൊക്കെ ഒന്ന് വായിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഈ ഒരു ജസ്റ്റ് പ്ലാൻ ചെയ്തതിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇന്ന് നമുക്ക് ഉണ്ടായിരുന്നത് ചപ്പാത്തിയും കറിയായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിസിക്സ് വായിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് കേട്ടിട്ടുണ്ട് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ നോട്ട്സ് ഒന്നും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ എഴുതിയെടുത്ത ആ ഒരു നോട്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് സമയം വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്തായാലും ഇരുന്നിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ദിവസം നമുക്ക് ആക്ച്വലി ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നുള്ളത് വിഷുവിൻ്റെ അന്നായിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ലീവായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമുക്ക് തലേ ദിവസം എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും മോർണിംഗ് ടൈം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഫ്രഷ് ആയിരിക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നമ്മൾ ഓൾറെഡി ആ ഒരു എണീക്കുന്ന മടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ടൈം ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്ന് ജസ്റ്റ് അതൊന്ന് വായിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ക്ലീനിങ് പരിപാടികൾക്കൊക്കെ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ആദ്യത്തെ നമ്മുടെ ക്ലീനിങ് പരിപാടി എന്ന് പറയുന്നത് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പുറത്തേക്ക് വന്ന് മുറ്റമൊക്കെ അടിച്ചു വരുന്ന പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിത് ഉള്ളിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഫ്ലോറൊക്കെ ഒന്ന് തുടയ്ക്കുന്ന പരിപാടികളും അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു പരിപാടികളിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ ഈ ഒരു അകത്തുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ കുറച്ച് സമയം അങ്ങനെ പറമ്പിലൊക്കെ എന്തൊക്കെയോ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ജസ്റ്റ് അതൊക്കെ അന്വേഷിച്ച് ആ ഒരു വെയിലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഈ ഒരു കണിക്കൊന്നയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇന്ന് വിഷു അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ പറിച്ച് വന്ന് ജസ്റ്റ് ഒരു ബോട്ടിലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വെക്കേഷനിൽ നമുക്ക് ഈ ഒരു ജസ്റ്റ് ആ ഒരു ഫോണിൽ നിന്നുള്ള ആ ഒരു അഡിക്ഷൻ മാറിയിട്ട് കുറച്ചെന്തെങ്കിലും പുറത്തൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെറുതെ ഒന്ന് പുറത്തൊക്കെ ജസ്റ്റൊക്കെ ആ ഒരു പറമ്പിലൊക്കെ ഇറങ്ങി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം കുറച്ചൊക്കെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ഞാൻ വന്നതിന് ശേഷം അകത്ത് കയറി കുറച്ച് സമയം ഇരുന്നിട്ട് മാത്സ് തലേ ദിവസത്തെ ക്ലാസ് കിട്ടിയത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുന്നുണ്ടായിരുന്നു.
പിന്നെ അപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ കൊണ്ട് വന്നതായതുകൊണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം ഇരുന്നിട്ട് ഈ ഒരു മാത്സിൽ ഈ ഒരു സംഭവമൊക്കെ വായിച്ചു. ഒരു 30 മിനിറ്റൊക്കെ മാത്രമേ ഞാൻ ഇത് വായിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, പോയിട്ട് കുളിച്ച് റെഡി ആയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇരുന്ന് ജസ്റ്റ് ഇതൊന്ന് വായിച്ച് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് വെക്കേഷനാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള കുറച്ച് ഗാർഡനിങ്, റൂം മേക്ക് ഓവർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ടൈമാണല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണോ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. കൂടുതലായിട്ടും ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഞാൻ ഈ ഒരു വെക്കേഷനിൽ എന്നെ അങ്ങനെയൊക്കെ ഒന്ന് ഇതാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും പിന്നെ വൈകുന്നേര സമയമാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു പഴംപൊരിയൊക്കെ കഴിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് ആ മാത്സ് ഉണ്ടല്ലോ, ആ ഒരു മാത്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ നമ്മൾ കുറച്ച് കസിൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത് രാത്രിയാണ് കേട്ടോ. അപ്പോൾ രാത്രി നമ്മുടെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഖുർആൻ ഓതലും അങ്ങനെയുള്ള കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രി സമയം ഈ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രയറൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയം വീട്ടിലുള്ളവർ എല്ലാവരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വെറുതെ കുറച്ച് സമയമൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്താണെന്നറിയില്ല, ആ ഒരു ദിവസം എനിക്ക് പെട്ടെന്ന് തന്നെ ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും രാത്രി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിക്കുന്ന പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.